ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും പ്രോട്ടീൻ റിച്ചുമായ ചെറുപയർ ദോശയാണ്. നല്ല ക്രിസ്പിയായ ചെറുപയർ ദോശ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി തലേദിവസം നമ്മൾ കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. ഒരു രാത്രി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രാവിലെ എടുത്താൽ മതി. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ റവ ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് അത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടട്ടെ. അപ്പം അത് മാറ്റി വെക്കാം. ഇത് നമ്മൾ രാത്രി വെള്ളത്തിലിട്ടതാണ് കേട്ടോ. ഒരു 8-10 മണിക്കൂർ നന്നായിട്ട് കുതിർന്നതിന് ശേഷം അത് വാരി വെച്ചതാണ്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മിക്സഡ് ജാറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് ചെറുപയറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറിയ പീസുകളാക്കി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 2-3 ചുവന്നുള്ളിയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. അത് അതൊന്ന് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. റവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാം. കായപ്പൊടി ചേർക്കുമ്പോഴാണ് നല്ല ഒരു മണവും ഒരു ടേസ്റ്റുമാണ് ഇതിന്. ഇനി ഒരു കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. അതേപോലെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ വെള്ളം അധികം ചേർക്കരുത്, കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിപ്പോകരുത്, എന്നാൽ ലൂസാണ്, എന്നാലും വെള്ളം കൂടിപ്പോകാനും പാടില്ല. ഇതിനകത്ത് നമ്മൾ അരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതേ പാകത്തിലായിരിക്കണം. അപ്പോൾ റവ ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി മൈദയോ എന്തായാലും ചേർത്താൽ മതി. എന്തായാലും 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്കിപ്പോൾ ദോശ തയ്യാറാക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് സിമ്മിലാക്കുക. ഇതിന് ശേഷം നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇതേപോലെ നന്നായിട്ടൊന്നും അങ്ങോട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് സ്റ്റൗ സിമ്മിലിടുക, എന്നാലേ നന്നായിട്ട് പരത്താൻ പറ്റുള്ളൂ. വളരെയധികം ചൂടാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഒരു വശം ഒന്ന് പാകമായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് ഉണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് എല്ലായിടത്തും നെയ്യാവുന്ന വിധത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നെയ്യും കൂടി ചേരുമ്പോഴാണ് ഈ ചെറുപയർ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. നല്ല ക്രിസ്പിയായി കിട്ടും. നെയ്യ് ഒഴിച്ചാലേ നല്ല ടേസ്റ്റും നല്ല ക്രിസ്പിയായി കിട്ടുള്ളൂ. ഇതേപോലെ നന്നായിട്ടൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിയുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ വേണമെങ്കിൽ ഇതേപോലെ എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും നെയ്യൊന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ ചെറുപയറാണെങ്കിൽ നല്ല പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറുപയറിൽ, അതേപോലെ ഉരുളക്കിഴങ്ങിൽ ഫൈബറും ആൻറ്റി ഓക്സിഡൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നമ്മുടെ ദോശ നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയേക്കണുണ്ട്. നല്ല സൂപ്പറല്ലേ. ഇത് കറിയില്ലെങ്കിൽ നമുക്ക് കഴിക്കാം. ഒരു തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാവും. ഇപ്പോൾ ക്രിസ്പിയായ ദോശയും കൊണ്ട് നമുക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇത് വെയിറ്റ് കുറയ്ക്കാനും BP കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഈ ദോശ നല്ല ഉപകാരമാണ്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഉരുളക്കിഴങ്ങിലാണെങ്കിൽ വിറ്റാമിൻ സിയും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പ്രഗ്നൻസി ആയ ലേഡികൾക്കൊക്കെ ഈ ദോശ കഴിക്കുന്നത് നല്ല ഉപകാരപ്പെടും. അവർക്ക് ചെറുപയർ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല.
ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റുകളൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് കുതിർത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പച്ച ടേസ്റ്റുകളൊന്നും വരികയുമില്ല. ഇതിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടേക്കണതുകൊണ്ട് നല്ല മഞ്ഞ കളറിൽ കിട്ടുകയും ചെയ്യും. കുട്ടികൾ എന്താണെന്നറിയാതെ അത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് നല്ല പ്രോട്ടീനും ഫൈബറും ഒക്കെ അവരുടെ വയറ്റിൽ ചെല്ലുകയും ചെയ്യും. അപ്പോൾ നല്ല ഹെൽത്തി ആയ ദോശയാണ്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാം. അതേപോലെ ക്രിസ്പി അല്ലാതെ മൊരിയാതെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. എന്തായാലും ഇത്തിരി വെളിച്ചെണ്ണയോ നെയ്യോ മുകളിൽ തടയി കൊടുക്കണം. എന്നാലാണ് ഒരു ടേസ്റ്റ് വരിക. അപ്പം നല്ല ഹെൽത്തി ആയ ദോശയല്ലേ. ഇത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇത്തിരി തലേ ദിവസം ഒന്ന് ഇത്തിരി ചെറുപയർ വെള്ളത്തിലിട്ടാൽ പിറ്റേ ദിവസം നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഗോതമ്പിൻ്റെയും അരിയുടെയൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വിറ്റാമിനൊക്കെ കിട്ടി നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അടിപൊളി ദോശ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട്. നല്ല നെറ്റ് പോലെ ഇരിക്കും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുള്ളൂ. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ വെറുതെ ഇത് കഴിക്കാൻ, വെറുതെ ചുരുട്ടി ഓടിച്ച് കഴിക്കാം. അത്രയും ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പറാണെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി ചമ്മന്തി കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതേപോലെ ക്രിസ്പിയായ ദോശ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. ചൂടോടുകൂടി കഴിക്കാനാണ് എനിക്കിഷ്ടം. ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമല്ലേ. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്.